നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പരീക്ഷകൾ കഴിഞ്ഞു, ഫലവും അറിഞ്ഞു. തുടർ പഠനത്തിനായി കുട്ടികൾ അപേക്ഷ നൽകി. 1, 2, 3 അലോട്ട്മെൻറ്റുകൾ വന്നു. പല കുട്ടികൾക്കും +1 സീറ്റ് ലഭിച്ചു. ഇനിയും സീറ്റുകൾ ലഭിക്കാത്ത കുട്ടികളും ഉണ്ട്. പരീക്ഷയിൽ ലഭിച്ച മാർക്കാണ് യോഗ്യതയായി പരിഗണിക്കുന്നത്. എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അലോട്ട് ചെയ്യുന്നത്, നമുക്കറിയാമല്ലോ. ഉപരിപഠനത്തിനായി അപേക്ഷിക്കുമ്പോഴും ഉയർന്ന മാർക്ക് തന്നെയാണ് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെയാണ് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ജോലിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അല്ലാത്തതെല്ലാം പിൻവാതിൽ നിയമനങ്ങളാണ്, അത് അംഗീകരിക്കപ്പെടാത്തതാണ്. ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മാനദണ്ഡമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ആത്മരക്ഷ പ്രാപിക്കുവാൻ മാനുഷികമായ ഒരു യോഗ്യതയും ദൈവം പരിഗണിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാണ് ദൈവം പരിഗണിക്കുന്നത്. യേശുക്രിസ്തുവിൽ നമുക്ക് അവിടുത്തെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എഫേസ്യർ 2:8. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവിടുന്ന് നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. തീത്തോസ് 3:5. അതായത് നമ്മുടെ നീതിപ്രവൃത്തികളാകുന്ന ഒരു യോഗ്യതയും ദൈവം രക്ഷയ്ക്ക് വേണ്ടി പരിഗണിക്കുന്നില്ല. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നോക്കിയല്ല ദൈവം മനുഷ്യനെ ആത്മരക്ഷ നൽകുന്നത് എന്നർത്ഥം. പുത്രനായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി സ്വന്തം ജീവനെ അർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ രക്ഷ നൽകിയത്. മനുഷ്യൻ്റെ യോഗ്യത പാപി എന്നത് മാത്രമാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എബ്രായർ 5:8. ക്രിസ്തു പിശാചിൻ്റെ അഥവാ പാപത്തിൻ്റെ ശക്തമായ പിടിയിൽ നിന്ന് മനുഷ്യവർഗത്തെ വിടുവിച്ചത് സ്വന്തം ജീവനെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. വിശ്വാസത്താൽ ഏതൊരു വ്യക്തിക്കും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ സാധിക്കും. അവരെയാണ് രക്ഷിക്കപ്പെട്ടവർ, നീതിമാന്മാർ, വിശുദ്ധന്മാർ എന്നെല്ലാം ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ യോഗ്യതയായ വിശുദ്ധി ദൈവപുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപിയായ മനുഷ്യന് ലഭിക്കുന്നു. ലോകത്തിലെ എല്ലാ ഉന്നതമായ പദവികളെക്കാളും ഏറ്റവും ഉന്നതമായ പദവിയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവി. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്രയോ വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. ഈ പദവി ലഭിക്കുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ ക്രിസ്തു തൻ്റെ മരണത്താൽ യോഗ്യരാക്കി ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഉയർത്തി. നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിക്ക് കളങ്കം വരുത്താതെ ജീവിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തു നായകൻ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേക്ക് ക്രിസ്തു നായകൻ.